ഒരു വീട്ടിൽ എല്ലാവരും കൂടെയുണ്ടെങ്കിലും ഓരോ ഹൃദയവും വേറിട്ട് പോയതുപോലെ തോന്നുന്നുണ്ടോ? ഞായറാഴ്ച പോലും വീട്ടിൽ സമാധാനമില്ലാതായോ? കുർബാനയുടെ ദിവസമായിട്ടും മനസ്സ് ഫോണിലും ചിന്തകളിലും കടബാധ്യതയിലും ഭാവിഭയത്തിലും ചിതറിപ്പോയോ? ഈ ക്ഷീണിച്ച ഞായറാഴ്ചയെയും യേശു കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ മൗനം പരിശുദ്ധാത്മാവ് കേൾക്കുന്നുണ്ട്. വീട്ടിലെ ഭക്ഷണമേശയിൽ എല്ലാവരും ഇരുന്നാലും ഹൃദയങ്ങൾ ദൂരെയാണെന്ന് തോന്നാം. മക്കൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അമ്മയും അപ്പനുമുള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കും. ഭർത്താവും ഭാര്യയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. പ്രാർത്ഥന തുടങ്ങാൻ ആരും താൽപ്പര്യം കാണിക്കാത്തപ്പോൾ വീട് അകത്തു നിന്ന് ക്ഷീണിക്കും. പക്ഷേ ഇന്ന് യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ഞായറാഴ്ച പള്ളിമണി ഓർമ്മയുണ്ടോ? ആൾക്കാർ പല വീടുകളിലായിരിക്കും. ചിലർ അടുക്കളയിലായിരിക്കും, ചിലർ പറമ്പിലായിരിക്കും, ചിലർ യാത്രയ്ക്ക് തയ്യാറാകുന്നുണ്ടാകും. പക്ഷെ പള്ളിമണി മൃദുവായി മുഴങ്ങുമ്പോൾ അത് എല്ലാവരെയും ഒരു ദിശയിലേക്ക് വിളിക്കുന്നു. കുർബാനയിലേക്ക് വരൂ, പ്രാർത്ഥനയിലേക്ക് വരൂ, ദൈവസാന്നിധ്യത്തിലേക്ക് വരൂ. അതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീട്ടിലെ ചിതറിപ്പോയ ഹൃദയങ്ങളെ മൃദുവായി വിളിക്കുന്നു. തിരിച്ച് യേശുവിലേക്ക് വരൂ, തിരിച്ച് സ്നേഹത്തിലേക്ക് വരൂ, തിരിച്ച് സമാധാനത്തിലേക്ക് വരൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവിടുന്ന് നിങ്ങളോടുകൂടെ എന്നും ഇരിക്കുന്ന മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഈ വചനം ഒരു ക്ഷീണിച്ച കുടുംബത്തിന് വലിയ ആശ്വാസമാണ്. യേശു നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ വീട്ടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. അവൻ നിലവിളിച്ച് ഭയപ്പെടുത്തുന്നില്ല. അവൻ മൃദുവായി വിളിക്കുന്നു, പള്ളിമണി പോലെ വിളിക്കുന്നു. കുടുംബമേ, വീണ്ടും പ്രാർത്ഥനയിലേക്ക് വരൂ, വീണ്ടും ക്ഷമയിലേക്ക് വരൂ, വീണ്ടും അനുസരണത്തിലേക്ക് വരൂ, വീണ്ടും യേശുവിൻ്റെ സമാധാനത്തിലേക്ക് വരൂ. ചില വീടുകളിൽ ഞായറാഴ്ച രാവിലെ തന്നെ തിരക്ക് തുടങ്ങും. കുർബാനയ്ക്ക് പോകണോ വേണ്ടയോ എന്ന ചർച്ച ഉണ്ടാകും. കുട്ടികൾ പറയും പഠിക്കാനുണ്ട്. ഒരാൾ പറയും കുറച്ച് ഉറങ്ങട്ടെ. മറ്റൊരാൾ പറയും ഇന്ന് മനസ്സില്ല. അങ്ങനെ അല്പമായി ഞായറാഴ്ചയുടെ വെളിച്ചം മങ്ങും. അത് കാണുമ്പോൾ മാതാപിതാക്കളുടെ ഹൃദയം വേദനിക്കും. മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നുപോകുമോ എന്ന് ഭയം വരും. കുടുംബം പഴയ പോലെ ആയിരിക്കില്ലേ എന്ന് പേടി വരും. ബന്ധുക്കളുടെ താരതമ്യം കൂടി വന്നാൽ മനസ്തളരും. അവരുടെ മക്കൾ ഇങ്ങനെ അല്ലല്ലോ എന്ന് കേൾക്കുമ്പോൾ ഹൃദയം ചെറുതാകും. പക്ഷെ മനുഷ്യരുടെ താരതമ്യം അവസാന വാക്കല്ല. പരിശുദ്ധാത്മാവിൻ്റെ വിളിയാണ് വീട്ടിൻ്റെ യഥാർത്ഥ പ്രത്യാശ. ഒരു കത്തോലിക്ക അപ്പൻ്റെ വീട്ടിൽ ഒരു ഞായറാഴ്ച ഇങ്ങനെ സംഭവിച്ചു. കുട്ടികൾ ഫോണിൽ മുഴുകിയിരുന്നു. അമ്മ അടുക്കളയിൽ ക്ഷീണിച്ചു നിന്നു. അപ്പൻ്റെ മനസ്സ് വിദ്യാഭ്യാസ വായ്പയിലും ജോലി അനിശ്ചിതത്വത്തിലും കുടുങ്ങിയിരുന്നു. ഗൾഫിലുള്ള ഒരു മകൻ്റെ കാര്യം വീട്ടിൽ മൗനമായി വേദനയായി നിന്നു. വിസ ഫയലും പഠന പുസ്തകങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ ചൂട് കുറവായിരുന്നു. സന്ധ്യയ്ക്ക് പള്ളിമണി മുഴങ്ങി. അപ്പനുള്ളിൽ എന്തോ മൃദുവായി തൊട്ടുപോയി. അവൻ ആരെയും കുറ്റപ്പെടുത്തി വിളിച്ചില്ല. ദീർഘമായ പ്രാർത്ഥന നിർബന്ധിച്ചില്ല. യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ചിത്രത്തിന് മുൻപിൽ ഒരു മെഴുകുതിരി കൊളുത്തി. അവൻ ശാന്തമായി പറഞ്ഞു, ഒരു മിനിറ്റ് മാത്രം വരാമോ? നമുക്ക് വീട്ടിനു വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യാം. ആദ്യം എല്ലാവരും വന്നില്ല. പക്ഷേ വീട്ടിലൊരു ശബ്ദം മാറി. ശാസനയുടെ ശബ്ദമല്ല, വിളിയുടെ ശബ്ദം. പള്ളിമണി പോലെ മൃദുവായ വിളി. ആ ചെറിയ പ്രാർത്ഥന എല്ലാം ഉടനെ മാറ്റിയില്ല. പക്ഷേ വീട്ടിൽ പരിശുദ്ധാത്മാവിന് ഒരു ചെറിയ വാതിൽ തുറന്നു.
ഇന്ന് നിങ്ങളുടെ വീട്ടിലും അതുപോലെ ഒരു വാതിൽ തുറക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ചിതറിപ്പോയ കുടുംബഹൃദയങ്ങളെ യേശുവിലേക്ക് തിരികെ വിളിക്കണമേ. ഞായറാഴ്ചയുടെ സമാധാനം ഞങ്ങളുടെ വീട്ടിൽ വീണ്ടും നിറയണമേ. കുർബാനയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീണ്ടും ഉണരണമേ. പ്രാർത്ഥന ബുദ്ധിമുട്ടായി തോന്നുന്ന മക്കളെ മൃദുവായി സ്പർശിക്കണമേ. ഫോണിന്റെ ശബ്ദത്തിനിടയിലും അങ്ങയുടെ ശാന്തമായ സ്വരം അവർ കേൾക്കട്ടെ. പഠനഭയത്തിൽ തളരുന്ന കുട്ടികൾക്ക് ജ്ഞാനവും ധൈര്യവും നൽകണമേ. SSLC എഴുതുന്നവർക്കും +2 എഴുതുന്നവർക്കും മനസ്സമാധാനം നൽകണമേ. അമ്മയും അപ്പനും ഉള്ളിൽ വഹിക്കുന്ന ഭാരം അങ്ങയുടെ കൃപയിൽ ലഘൂകരിക്കണമേ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള മൗനം സ്നേഹമുള്ള സംഭാഷണമായി മാറട്ടെ. ഒന്നിച്ചുള്ള ഭക്ഷണമേശ വീണ്ടും അനുഗ്രഹത്തിൻ്റെ സ്ഥലമാകട്ടെ. ഞങ്ങളുടെ വീട്ടിൽ പള്ളിമണി വീണ്ടും മുഴങ്ങട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. വിദ്യാഭ്യാസ വായ്പയുടെ ഭാരത്തിൽ തളരുന്ന മാതാപിതാക്കൾക്ക് പ്രത്യാശ നൽകണമേ. ജോലി അനിശ്ചിതത്വത്തിൽ പേടിക്കുന്ന യുവാക്കൾക്ക് ശരിയായ വഴി കാണിക്കണമേ. വിസ വൈകിയതുകൊണ്ട് മനസ്സ് മങ്ങിപ്പോയവർക്ക് ക്ഷമ നൽകണമേ. ഗൾഫിലോ യുകയിലോ കാനഡയിലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ കഴിയുന്ന പ്രിയപ്പെട്ടവരെ കാക്കണമേ. ദൂരെയായിരിക്കുന്നവരും വീട്ടിലുള്ളവരും ഒരേ കൃപയിൽ ബന്ധിക്കപ്പെടട്ടെ. ബന്ധുക്കളുടെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകണമേ. മറ്റുള്ളവരുമായി ഞങ്ങളെ താരതമ്യം ചെയ്യാതെ നന്ദിയോടെ ജീവിക്കാൻ പഠിപ്പിക്കണമേ. കുട്ടികളുടെ തെറ്റുകൾ കാണുമ്പോൾ കോപത്തിന് പകരം ജ്ഞാനം നൽകണമേ. മാതാപിതാക്കളുടെ ഉപദേശം കേൾക്കാൻ മക്കളുടെ ഹൃദയം മൃദുവാകട്ടെ. മക്കളുടെ വേദന കേൾക്കാൻ മാതാപിതാക്കളുടെ ഹൃദയം തുറക്കട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് യേശു ഇന്നും പറയുന്നു. യേശുവെ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഈ മെയ് മാസത്തിലെ ഞങ്ങളുടെ വീടുകളെ അമ്മയുടെ സ്നേഹത്തോടെ മൂടണമേ. പ്രാർത്ഥന മങ്ങിയിരിക്കുന്ന വീടുകളിൽ വീണ്ടും ചെറിയ വെളിച്ചം തെളിയിക്കണമേ. ഹോം ആൾട്ടറിന് മുന്നിൽ നിൽക്കാൻ ഞങ്ങൾക്ക് വിനയം നൽകണമേ. ജപമാല കയ്യിലെടുക്കാൻ മടിക്കുന്ന ഹൃദയങ്ങൾക്ക് സ്നേഹം നൽകണമേ. ഞായറാഴ്ച കുർബാന ഒരു കടമ മാത്രമല്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. അത് ക്ഷീണിച്ച കുടുംബം ദൈവഹൃദയത്തിൽ വിശ്രമിക്കുന്ന സമയമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. വീട്ടിലെ തർക്കങ്ങൾ അങ്ങയുടെ കുരിശിനരികിൽ ശാന്തമാകട്ടെ. കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം അങ്ങയുടെ കരുണയിൽ സമർപ്പിക്കപ്പെടട്ടെ. വാക്കില്ലാതെ കരയുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. ഉത്തരവാദിത്വങ്ങളുടെ ഭാരത്തിൽ മൗനമായി നിൽക്കുന്ന അപ്പന്മാരെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കണമേ. ചിലപ്പോൾ കുടുംബം മാറാൻ സമയമെടുക്കും. ഒരു ഞായറാഴ്ച പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം ഉടനെ ശരിയാകണമെന്നില്ല. പക്ഷേ പള്ളിമണി ഓരോ ഞായറാഴ്ചയും വീണ്ടും മുഴങ്ങും. അതുപോലെ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും വിളിക്കും. കൈവിടരുത്, ശപിക്കരുത്. നിരാശയുടെ വാക്കുകൾ വീട്ടിൽ വിതറരുത്. മകനെ, നീ ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറയുക. മകളെ, നീ ദൈവത്തിൻ്റെ മകളാണ് എന്ന് ഓർമ്മിപ്പിക്കുക. എൻ്റെ കുടുംബം യേശുവിൻ്റെ കൈകളിലാണ് എന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കുക. നിങ്ങളുടെ വീട്ടിലെ ഓരോ മുഖവും യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. ഫോൺ നോക്കിയിരിക്കുന്ന മകനെ ഓർക്കുക. പഠനഭയത്തിൽ നിശബ്ദയായ മകളെ ഓർക്കുക. കോപത്തോടെ ഇരിക്കുന്ന ജീവിത പങ്കാളിയെ ഓർക്കുക. ദൂരെയിരിക്കുന്ന പ്രിയപ്പെട്ടവനെ ഓർക്കുക. സ്വയം ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളെയും യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. ആരുമേ അനാഥരല്ല. ആരുമേ യേശുവിൻ്റെ കരുണയ്ക്ക് പുറത്തല്ല. ഇന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. കഴിയുമെങ്കിൽ കുടുംബത്തെ ഒരു ചെറു പ്രാർത്ഥനയ്ക്കായി വിളിക്കുക. എല്ലാവരും വരാൻ തയ്യാറല്ലെങ്കിൽ യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ ഒരു മെഴുകുതിരി കൊളുത്തുക. പിന്നെ ഓരോ കുടുംബാംഗത്തെയും പേര് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. ദീർഘമായ പ്രാർത്ഥന വേണ്ട. സ്നേഹമുള്ള ഒരു ചെറിയ പ്രാർത്ഥന മതി. പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തെ സമാധാനത്തിലേക്കും വിശ്വാസത്തിലേക്കും തിരികെ വിളിക്കണമേ.
ഈ പ്രാർത്ഥന പള്ളിമണി പോലെ നിങ്ങളുടെ വീട്ടിൽ മൃദുവായി മുഴങ്ങട്ടെ. നിങ്ങൾ വിളിക്കുന്ന ശബ്ദം കഠിനമാകേണ്ടതില്ല. സ്നേഹമുള്ള ശബ്ദം പലപ്പോഴും ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിലെത്തും. പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് കമൻറ്റിൽ എഴുതുക. സമാധാനവും ഐക്യവും ഞായറാഴ്ചയുടെ അനുഗ്രഹവും ആവശ്യമുള്ള ഒരു കുടുംബത്തിന് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. അവർക്ക് ഇതൊരു സന്ദേശം മാത്രമാകില്ല, തളർന്ന വീട്ടിലേക്കുള്ള പള്ളിമണി പോലെ ഒരു വിളിയാകാം. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഞായറാഴ്ചയുടെ വിശുദ്ധത അവരുടെ വീട്ടിൽ വീണ്ടും നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മൃദുവായ സ്വരം ഓരോ മുറിയിലും കേൾക്കപ്പെടട്ടെ. മാതാപിതാക്കളുടെ കണ്ണുനീർ പ്രത്യാശയായി മാറട്ടെ. മക്കളുടെ അകലം സ്നേഹമുള്ള അടുപ്പമായി മാറട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മൗനം കരുണയുള്ള സംഭാഷണമായി മാറട്ടെ. പഠനമേശയും ഭക്ഷണമേശയും അടുക്കളയും ഹോം ആൾട്ടറും അങ്ങയുടെ കൃപയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പള്ളിമണി പോലെ പരിശുദ്ധാത്മാവ് ഈ വീട്ടിനെ യേശുവിലേക്ക് എന്നും വിളിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കട്ടെ.